ജിത്തിൻലാൽ ഡയറക്റ്റ് ചെയ്ത് ടൊബിനോ ലീഡ് റോൾ ചെയ്ത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ കാത്തിരുന്ന അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദം വെയിറ്റ് ചെയ്ത ഒരു മൂവി ആയിരുന്നു. കാരണം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. നമ്മൾ ട്രെയിലറൊക്കെ കണ്ട് അത്യാവശ്യം നല്ലൊരു ക്യാൻവാസിൽ ഒരുക്കുന്ന ഒരു സിനിമയാണ്. സോ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത ഒരു റിലീസായിരുന്നു. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു മുത്തശ്ശി പറയുന്ന ഒരു കഥയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ഉൽക്ക വന്നൊരു പ്രദേശം, ഒരു സാങ്കല്പിക പ്രദേശമായ ഹരിപുരത്ത് വീഴുന്നതും അതിൽ നിന്നും ആ കണികൾ വെച്ച് ഒരു ദേവീശില്പം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഭയങ്കര സമ്പത്ത് കവിഞ്ഞു കൂടുകയാണ്. പിന്നീട് തൻ്റെ നാട്ടുകാരനെ രക്ഷിച്ച കേളുനായർക്ക് വേണ്ടി തൻ്റെ രാജാവ് ആ ശില്പം കൊടുക്കുന്നു. അവിടെ നിന്നും പിന്നീട് നെക്സ്റ്റ് ജനറേഷനായിട്ട് മണിയൻ കള്ളനും പിന്നീട് അജയനും, അങ്ങനെ ഒരു തലമുറൻ്റെ മാറി മാറിയുള്ള ഒരു ഡിഫറെൻറ്റ് ടൈം പീരീഡ് കാണിക്കുന്ന ഒരു പീരിയോഡിക് ഫാൻറ്റസി മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ടൊബിനോ ഈ 3 റോളിലും നന്നായി തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മണിയൻ എന്ന കള്ളൻ തന്നെയാണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു പുള്ളിയുടെ ഒരു റോനെസ്സും എല്ലാം വളരെ നീറ്റായിട്ട് ടൊബിനോ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് വളരെ ഒരു പോസിറ്റീവാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ദിബു നൈനൻ തോമസ് ആണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഗംഭീര മ്യൂസിക്കാണ്. പല സ്ഥലത്തും വളരെയധികം മികച്ച അതിൻ്റെ സ്കോറുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നായികമാരെന്ന് പറഞ്ഞാൽ യൂഷ്വൽ ഹീറോയിൻസ് തന്നെയാണ്. ഐശ്വര്യ രാജേഷ് ആണെങ്കിലും കൃതി ആണെങ്കിലും സുരഭി ലക്ഷ്മി ആയാലും. ഇതിൽ കൂടുതൽ സ്ക്രീൻ ടൈം കൃതിക്കാണെങ്കിൽ പോലും യൂഷ്വൽ നമ്മൾ കാണുന്ന സ്ഥിരം നായിക കഥാപാത്രങ്ങളെ തന്നെ കവച്ചു വെക്കുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമ ത്രൂ ഔട്ട് എനിക്കൊരു ഒരു ഫാക്ടർ ഉണ്ട്. അതിന് ശേഷം ഈ സിനിമ ഒരു കുറച്ച് കാണാനുള്ള ഒരു ആൻഷ്യസ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ അത് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം അത് സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് അത് പറയാത്തത്. സോ നിങ്ങൾ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ 3D നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യകത ഇല്ലെന്ന് എനിക്ക് തോന്നിയത്. ശരിക്കും ഇതൊരു 2D സാധാരണ നോർമൽ മൂവി ആയിട്ട് എടുത്താണെങ്കിൽ പോലും നന്നായി എൻജോയ് ചെയ്യാൻ കാണാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. 3D എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. 3D നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആവശ്യകത എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. കുറച്ച് അത് ഇറ്റ്സ് നോട്ട് നെസസറി. അങ്ങനെ ജിതിൻലാൽ തൻ്റെ ഫസ്റ്റ് മൂവി, കാരണം ഇത്രയും വലിയൊരു പടം ആദ്യ പടമായി ചെയ്യുന്നു. ആൻഡ് പുള്ളി അത്യാവശ്യം നല്ല നീറ്റായി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെ ചില ഹൈ മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. ടോബിനോ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്ന പോലെ മ്യൂസിക്കാണ്. പിന്നെ ബാക്കിയെല്ലാം വിഷ്വൽസൊക്കെ നല്ല രസമുണ്ട്. ആ സാങ്കല്പികമായിട്ടുള്ള ഗ്രാമങ്ങൾ, പിന്നെ സപ്പോർട്ടിങ് കാസ്റ്റ് ചെയ്യുന്ന എല്ലാവരും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ തിയേറ്റർ വാച്ചിൽ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അതിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫേവറേറ്റ് ആ കള്ളൻ തന്നെയാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആഴ്ന്ന് ചിന്തിച്ച് ലോജിക്കൊന്ന് നോക്കി ചകയാതെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് വാച്ചാണ് അജയൻ്റെ രണ്ടാം മോഷണം. പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയെ കുറിച്ച് പറയുന്നതായിരിക്കും.